എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മുടെ ആര്യങ്കാല നഗറിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കാണുന്ന ആദ്യ വീട്ടിലാണ്. ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആ ചേച്ചി ഈ വീടിനകത്ത് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വെള്ള പൂശിയ ഈ വീടിൻ്റെ ഒരു ഭാഗം അത് മതിൽ തകർന്ന് കിടക്കായിരുന്നു. ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് ആ ചേച്ചി ഇവിടെ ജീവിച്ചു പോകുന്നത്. നമ്മുടെ ചാലക്കുടി ക്രസൻറ്റ് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇവിടെ വരികയും സ്പർശം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആദരണീയനായ ജോർജ് കോറഞ്ചേരി സാറ് രൂപം കൊടുത്തിട്ടുള്ള ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ക്രസൻറ്റ് സ്കൂൾ സ്പർശം. ആ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രളയം വന്നപ്പോൾ നമ്മുടെ മേലൂരിലെ കൂവക്കാട്ടുകുന്നിലെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രളയം വന്ന സാഹചര്യത്തിൽ അതിന് ദുരന്തം അനുഭവിച്ചവർക്ക് സ്നേഹ കിറ്റുകൾ നൽകിയുമൊക്കെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്ന സ്പർശം സംഘടനയാണ് ഈ ചേച്ചിയുടെ ദുരിതം മനസ്സിലാക്കി ഇവിടെ വന്ന് ഏകദേശം 70,000-ന് മേലെ രൂപ ചെലവഴിച്ച് ഈ വീട് നവീകരിക്കുകയും ചുമര് കെട്ടിക്കൊടുക്കുകയും ആ ചേച്ചിയും കൂടി ചേർത്ത് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കാലഘട്ടത്തിൽ സാമൂഹികപരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന ഇത്തരം കാര്യങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ആശയം അന്തസത്ത പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളൊരു തലമാണ് ക്രസൻറ്റ് സ്കൂൾ ഇവിടെ ഈ സ്പർശം പദ്ധതിയിലൂടെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ്റെ ആവാസം സ്ഥലം അഥവാ അവൻ്റെ വീട് അത് വലുതായാലും ചെറുതായാലും അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് തീരാത്ത വേദനയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ഒരു വേദന അനുഭവിച്ച തങ്കമണി അമ്മ ഈ വേദന താങ്ങി നിൽക്കുമ്പോൾ തങ്കമണി അമ്മയെ ഞങ്ങൾ ചേർത്ത് നിർത്തി. ഞങ്ങൾ എന്ന് പറയുന്നത് ക്രസൻറ്റ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ വാർഡ് കൗൺസിലർ ജോജി സാറും കൂടെ ചേർത്ത് നിർത്തി ഈ തകർന്നു വീണ കൂരയ്ക്ക് പകരം അടച്ചുറപ്പുള്ള മനോഹരമായ ഒരു കൊച്ചു ഭവനം ഞങ്ങൾക്ക് തയ്യാറാക്കാനായി സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ ദീപപ്രഭയിലേക്ക് മക്കളെ പിടിച്ചുയർത്തിയതിനായി അധ്യാപകർക്ക് നൽകുന്ന സ്നേഹമുണ്ട്, ആദരവുണ്ട്, കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അറിവിൻ്റെ വെളിച്ചം പകരുന്ന പ്രിയപ്പെട്ട എല്ലാ ഗുരുഭൂതർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് കിടപ്പാടം ചെറുതായാലും വലുതായാലും അത് നഷ്ടപ്പെട്ടാൽ വലിയ പ്രയാസമാണ് നഷ്ടപ്പെട്ടവർക്കുണ്ടാവുക. ഇവിടെ തങ്കമണി ചേച്ചിക്കും വലിയ വിഷമമായിരുന്നു. താമസിക്കുന്ന വീടിൻ്റെ ഒരു വശത്തുള്ള ഭിത്തി ഇല്ലാതെ എത്ര നാൾ. ഒടുവിൽ ഈ ഹൃദയസ്പർശവുമായി ക്രസൻറ്റ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമെത്തി. ഇന്ന് തങ്കമണി ചേച്ചിക്ക് പണ്ടത്തെ പോലെ പേടിക്കാതെ കിടന്നുറങ്ങാം. ഈ ഹൃദയാർദ്രമായ സ്നേഹത്തിന് ക്രസൻറ്റ് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. പഠനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്ത് മനുഷ്യനായിട്ട് വളരുമ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ക്രസൻറ്റ് പബ്ലിക് സ്കൂള് നമ്മുടെ കുട്ടികളെ മനുഷ്യരാകാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായും ആ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമ്പോഴാണ് ഒരു നല്ല തലമുറ വളർന്നു വരിക. അവരുടെ ചെറിയ ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 75,000 രൂപയാണ് നമ്മൾ കുട്ടികൾ സമാഹരിച്ചുകൊണ്ട് ഈ വീട് ഏറ്റവും മനോഹരമാക്കാനായിട്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം അത് ഈ വീടിന് വേണ്ടി ചെലവഴിക്കുള്ള വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത അത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന വാർഡ് മെമ്പർ അത് കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് അടക്കമുള്ള മുഴുവൻ നമ്മുടെ കുട്ടികളൊക്കെ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ ഇടപെടൽ കൂടി ക്രസൻറ്റ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വളർന്നു വരുമ്പോഴാണ് ഒരു നല്ല പൗരന്മാരായിട്ട് കുട്ടികൾ മാറുക. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും. നേരത്തെ പറഞ്ഞതുപോലെ സ്പർശം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വേദനിക്കുന്നവർക്കും രോഗികൾക്കും ഒരു കൈത്താങ്ങാകുവാൻ വേണ്ടി കുട്ടികളെയും അധ്യാപകരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും അധികം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രസൻറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയായ അഥവാ ക്രസൻറ്റ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയാണ്.
കാരണം തീർച്ചയായും അവരുടെ ഒരു പിന്തുണയില്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ അവസരത്തിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് ക്രസൻറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇനി ഈ അവസരത്തിൽ നമുക്കറിയാം, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളെ കേൾക്കുന്ന, വളരെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായും കൃത്യമായും ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ എത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള MLA സനീഷ് കുമാർ സർ. ഇന്നത്തെ ഈ ഒരു ചടങ്ങിലേക്ക് വരാൻ ഒരു വളരെ ചെറിയ ഒരു ചടങ്ങാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയായിരുന്നു, നമ്മളെല്ലാവരും വീട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നും വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് MLA വന്ന് ഒരിക്കലും റിബൺ കട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹീത നിമിഷമാണ്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ സംരക്ഷിക്കട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും ഈ കുടുംബത്തിലുണ്ടാകട്ടെ. ശരിയാക്കി തന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കും. എത്ര നാളായിട്ട് ഇങ്ങനെ ഈ മതിൽ പൊളിഞ്ഞ് എത്ര ആളായിട്ട്? പഴയ മതിലാണ്. ഓ, നമ്മൾ തുണിയാണ് കെട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ് വന്നപ്പോൾ ഒക്കെ വീഴും. അപ്പോൾ നമ്മുടെ ഊക്കൻ്റെ മാർക്കി ഞങ്ങൾക്ക് സീറ്റ് ഇട്ടുള്ളൂ, സിമെൻറ്റിൻ്റെ സീറ്റ്. മഴ പെയ്തപ്പോൾ ഓട്ടയിൽ വീണ്ടും അതിൻ്റെ ക്ലിപ്പൊക്കെ വിട്ടു. കട്ടനിട്ടൊക്കെ കണ്ടു. ഇപ്പോൾ വാർഡ് മെമ്പർ ആരെതിനാണ് ഇടപെടൽ നടത്തിയത്? ഇത് ജോജിയും മറ്റുള്ള സ്കൂളിലത്തെ എല്ലാവരും ജോജിയായിട്ട് അവരെ അറിയിച്ച് അവരും കൂടി സഹകരിച്ച് എല്ലാ പ്രസിഡൻറ്റിൻ്റെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടി ചെയ്തു. ക്രസൻറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനിയും നന്മകൾ ചെയ്യട്ടെ. സമൂഹത്തിൽ ഒരുപാട് ചലനാത്മകമായ കാര്യങ്ങൾ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ നടത്താൻ സാധിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ക്രസൻറ്റ് സ്കൂളിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.